ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചും അതുപോലെ IR സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചും അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ അഥവാ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളാണ്, അതിൻ്റെ ബേസിക് തിയറീസ്. ടുഡേ വി വിൽ ഡിസ്കസ് the basic principles of NMR spectroscopy. Okay. See, nuclear magnetic resonance spectroscopy is one of the most powerful and non-destructive techniques for elucidating the structure of molecules in a compound. ഒരു കോമ്പൗണ്ടിലുള്ള മോളിക്യൂളുടെ സ്ട്രക്ചർ ഇലൂസിഡേറ്റ് ചെയ്യുന്നതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു കോമ്പൗണ്ട് ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ അവസാനമായിട്ട് ആ കോമ്പൗണ്ട് കുറേ ഡീകമ്പോസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നമ്മളെടുത്ത കോമ്പൗണ്ട്സ് അതേ രീതിയിൽ അതേ എമൗണ്ട് തിരിച്ചു കിട്ടുന്ന ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, എന്നാൽ മോളിക്യൂളുകളുടെ സ്ട്രക്ചർ വളരെ നന്നായിട്ട് ഇലൂസിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, വി നോ all the spectroscopic techniques are based on the interaction of electromagnetic radiation with matter. Any of the region such as IR region or UV visible region of energy gets interacted with matter, thereby we will get UV or visible spectra or IR spectra. In these techniques, the nuclear magnetic resonance spectroscopy also use the same basic theory, that is the interaction of electromagnetic spectrum or electromagnetic light with matter. Here it is based on the absorption of electromagnetic radiation in the radio frequency region. In the radio frequency region of 4 to 900 megahertz by nuclei of atoms. ഇവിടെ ന്യൂക്ലിയർ മാഗ്നറ്റിക് സ്പെക്ട്ര കിട്ടുന്നത് റേഡിയോ ഫ്രീക്വൻസി റീജിയനിലുള്ള, നമുക്കറിയാം വെരി ഹൈ വേവ് ലെങ്ത് റീജിയനാണ് റേഡിയോ ഫ്രീക്വൻസി റീജിയൻ. ന്യൂക്ലിയർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഏറ്റവും എക്സ്ട്രീം റൈറ്റിലായിട്ടുള്ള ഒരു റീജിയനാണ് റേഡിയോ ഫ്രീക്വൻസി റീജിയൻ. അവിടെയുള്ള 4 to 900 മെഗാഹെർട്സ് റീജിയൻ ആറ്റങ്ങളുടെ ന്യൂക്ലിയൈ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് സ്പെക്ട്ര അഥവാ NMR സ്പെക്ട്ര കിട്ടുന്നത്. ഓക്കെ, സാധാരണ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സ്പെക്ട്ര ഉപയോഗിച്ച് സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് ഇലൂസിഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റ് ഇസ് എ മോസ്റ്റ് പവർഫുൾ ടെക്നിക്സ്, സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് എന്ന് പറയാൻ കാരണം. എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകൾ, സാധാരണ പ്രോട്ടീൻ, അതുപോലെ DNA അല്ലെങ്കിൽ പൊതുവെയുള്ള ന്യൂക്ലിക് ആസിഡ്സ്, അങ്ങനെയുള്ള മോളിക്യൂൾസുകളൊക്കെ അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇലൂസിഡേഷൻ നമ്മൾ ചെയ്യുക NMR സ്പെക്ട്രയും അതുപോലെ IR മാസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മാസ് സ്പെക്ട്ര പോലുള്ള മറ്റ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകൾ കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ച് നമ്മൾ ഒരു അത്തരം മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഇലൂസിഡേറ്റ് ചെയ്യും. സാധാരണ ഇൻ പ്രാക്ടീസ് ദ സ്ട്രക്ചർ ഓഫ് കോംപ്ലിക്കേറ്റഡ് മോളിക്യൂൾസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് NMR വിത്ത് IR ആൻഡ് മാസ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഇലൂസിഡേഷനിൽ NMR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും വിച്ച് കണ്ടെയ്ൻ പ്രൈമറിലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. സാധാരണ NMR ഐഡൻറ്റിഫൈ വേരിയസ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ and the nature of chemical environment around them. Nature of
chemical environment. It is very important. Chemical environment. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കെമിക്കൽ എൻവറോൺമെൻറ്റ്, എല്ലാ കാർബണിൻ്റെയും എല്ലാ ഹൈഡ്രജൻ്റെയും ചുറ്റുപാടുകൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരു മോളിക്യൂളിലുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ചുറ്റുപാടുകൾ അല്ലെങ്കിൽ കെമിക്കൽ എൻവറോൺമെൻറ്റ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കാർബൺ വേറെ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം. ആ ഗ്രൂപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഇഫക്റ്റോ അല്ലെങ്കിൽ സ്റ്റെറിക് ഇഫക്റ്റോ വേറെ മറ്റ് ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാം. അത് ഈ കാർബണിൻ്റെ എൻവറോൺമെൻറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഏതാണ് അതിൻ്റെ ഇലക്ട്രോണിക് എൻവറോൺമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെറിക് അല്ലെങ്കിൽ ക്രൗഡിങ്ങോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കെമിക്കൽ എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഹൈഡ്രജനും ഉണ്ടാവാം. അങ്ങനെയുള്ള കെമിക്കൽ എൻവറോൺമെൻറ്റ് വ്യത്യസ്തമാകുമ്പോൾ അത് നമുക്ക് വ്യത്യസ്ത കാർബണും വ്യത്യസ്ത ഹൈഡ്രജനും അല്ലെങ്കിൽ വ്യത്യസ്ത കാർബൺ ന്യൂക്ലിയസ് ആണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് NMRൽ ഒരു സ്ട്രക്ചറൽ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. സാധാരണ NMR ഐഡൻറ്റിഫൈ various types of hydrogen and carbon, various types of hydrogen and carbon present in a molecule and the nature of chemical environment around them. Okay, അതിൽ NMRൽ തന്നെ 2-3 തരം NMR spectroscopy ഉണ്ട്. സാധാരണ most prominent is proton NMR spectroscopy. In proton NMR spectroscopy, you know, it is used as a technique as the hydrogen nucleus is the most abundant. Hydrogen nucleus is the most abundant around or above 99.985%. അത്രയും അബണ്ടൻ്റ് ആണ് ഹൈഡ്രജൻ ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ NMR സ്പെക്ട്രോസ്കോപ്പിയാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് NMR സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്. അതുപോലെ നമുക്കറിയാം എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളിലും ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഉണ്ടാവും. All the organic compounds or majority of organic compounds containing hydrogen nucleus. So proton NMR spectroscopy is most commonly used techniques. ഇത് കൂടാതെ പ്രോട്ടോൺ NMR സ്പെക്ട്രോസ്കോപ്പി കൂടാതെ നമുക്ക് കാർബൺ-13 NMR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. Usually the widely studied nucleus are the proton, that is in proton NMR spectroscopy, carbon-13, nitrogen-15, fluorine-19, phosphorus-31. All these nuclei are widely studied in spectroscopic techniques. Among these, the most important are proton NMR and carbon-13 NMR. We will study proton NMR and carbon-13 NMR spectroscopy. Okay. നമുക്കറിയാം carbon forms the backbone of all the organic molecules. Carbon forms the backbone of all the organic molecules. അതുകൊണ്ട് തന്നെ carbon-13 NMR is also important as proton NMR and gives valuable information about the molecule. Proton NMR പോലെ തന്നെ carbon-13 NMR വളരെ പ്രസക്തമാണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഓർഗാനിക് മോളിക്യൂൾസിലും കാർബൺ ആണ് അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു NMR ടെക്നിക്കാണ് കാർബൺ-13 NMR ടെക്നിക്ക്. പക്ഷേ ഇവിടെ ഉള്ള മറ്റൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ carbon-12 do not absorb radio frequency energy. റേഡിയോ ഫ്രീക്വൻസി എനർജി കാർബൺ-12 അതാണ് ഒരു നാച്ചുറൽ ഐസോട്ടോപ്പ്. കാർബണിൻ്റെ നാച്ചുറൽ ഐസോട്ടോപ്പ് കാർബൺ-12 ആണ്. അത് റേഡിയോ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്നില്ല. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഐസോട്ടോപ്പായ carbon-13 isotop which absorb radio frequency energy and hence carbon-13 NMR, you know, it is very important, and carbon-13 has only the natural abundance 1%, only 1%, 1% മാത്രമേ കാർബണിൽ carbon-13 ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ therefore the sensitivity of carbon-13 NMR is less than proton NMR and requires longer time to record. അത് carbon-13 NMR റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമെടുക്കും പ്രോട്ടോൺ NMRനേക്കാൾ. അതിൻ്റെ സെൻസിറ്റിവിറ്റി carbon-13 NMRൻ്റെ സെൻസിറ്റിവിറ്റി ഇതിൻ്റെ നാച്ചുറൽ അബണ്ടൻസ് ആകെ നമുക്കറിയാം 1% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ carbon-13 NMRൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് ലോങ്ങർ ടൈം ടു റെക്കോർഡ് കമ്പയർഡ് ടു പ്രോട്ടോൺ NMR.
That is one of the important points. Okay. ശ്രദ്ധിക്കുക, നമ്മൾ കണ്ടു ഇപ്പോൾ കാർബൺ 12 ന്യൂക്ലിയൈ NMR ആക്റ്റീവ് അല്ല, പ്രോട്ടോൺ NMR ആക്റ്റീവാണ്. അതുപോലെ പല ന്യൂക്ലിയസുകളും NMR ആക്റ്റീവ് അല്ല, ചിലത് ആക്റ്റീവാണ്. എന്തുകൊണ്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള ന്യൂക്ലിയസ് ആണ് NMR ആക്റ്റീവ് ആവുന്നത്, എന്താണ് NMR ആക്റ്റീവ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഓരോ ന്യൂക്ലിയസിലും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവും. അവയുടേതായ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. കാരണം അവ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ച് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അതിൻ്റെ സ്വന്തം ആക്സിസിൽ വെച്ച് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അബൌട്ട് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിനെ ആധാരമാക്കിക്കൊണ്ട് ഓരോ പ്രോട്ടോണുകളും ഓരോ ന്യൂട്രോണുകളും അതിൻ്റെ ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. ഈച്ച് ന്യൂക്ലിയൈ consists of protons and neutrons, each possessing its own angular momentum due to their motion about the center of the nucleus. അങ്ങനെയാണെങ്കിൽ the total angular momentum, ന്യൂക്ലിയസിന്റെ total angular momentum എന്ന് പറഞ്ഞാൽ it would be the sum of individual momentum of protons and neutrons, or therefore the total angular momentum of the nucleus is the vector sum of individual angular momentum of protons and neutrons. സാധാരണ the total angular momentum of the nucleus at its ground state is known as nuclear spin. Nuclear spin എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് it is the total angular momentum of the nucleus at its ground state. അതിനെ നമുക്ക് ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയാം. അത് സാധാരണ the vector sum of individual angular momentum of protons and neutrons ആയിരിക്കും. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത്. യൂഷ്വലി ദ ന്യൂക്ലിയർ സ്പിൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പിൻ ക്വാണ്ടം നമ്പർ I. It is characterized by the nuclear spin is usually characterized by spin quantum number I, which may be integral or half integral or zero. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ I എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇൻ്റഗ്രൽ ആവാം, 1 2 3 4 പോലുള്ള ഇൻ്റഗ്രൽ നമ്പർ ആവാം, അല്ലെങ്കിൽ ഹാഫ് ഇൻ്റഗ്രൽ ആവാം, ദാറ്റ് ഈസ് 1/2 3/2 5/2 ഒക്കെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ I ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. എന്നാൽ ക്ലോറിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്കറിയാം 3/2 ആണ്. I will be 3/2 in the case of chlorine. In the case of carbon 13 it will be half. അപ്പോൾ ഹാഫ് ആവാം, അല്ലെങ്കിൽ പൊതുവെ ഹാഫ് ഇൻ്റഗ്രൽ ആവാം, അല്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ആവാം, 1 2 3 4 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസിൽ ഏത് വാല്യൂ അക്കർ ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് സാധാരണ NMR ആക്റ്റീവ് ആവുക എന്ന് നോക്കണം. ഓൺലി ദോസ് ന്യൂക്ലിയൈ വിച്ച് ഹാവ് എ നോൺ സീറോ സ്പിൻ ക്വാണ്ടം നമ്പർ, it is very important, only those nuclei which have a non-zero spin quantum number can absorb radio frequency. സീറോ അല്ലാത്ത I വാല്യൂ 0 അല്ലാത്ത ആറ്റങ്ങളിലുള്ള ന്യൂക്ലിയസ്, അത്തരം ന്യൂക്ലിയൈ മാത്രമാണ് NMR ആക്റ്റീവ് ആവുക. അഥവാ NMR ആക്റ്റീവ് ന്യൂക്ലിയൈ will have a non-zero spin quantum number I 0 അല്ലാത്ത ഹാഫ് ഇൻ്റഗ്രലോ അല്ലെങ്കിൽ ഇൻ്റഗ്രലോ ആവാം. അത്തരം ന്യൂക്ലിയൈകൾ NMR ആക്റ്റീവ് ആയിരിക്കും. ഓൺലി ദോസ് ന്യൂക്ലിയൈ വിച്ച് ഹാവ് എ non-zero spin quantum number or spin number can absorb radio frequency radiation and hence NMR active. Okay. ഇനി എങ്ങനെയുള്ള ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് ആണ് നോൺ സീറോ സ്പിൻ ക്വാണ്ടം നമ്പർ അക്വയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓൺലി ദോസ് ന്യൂക്ലിയൈ ദാറ്റ് കണ്ടെയ്ൻ odd mass numbers such as proton, carbon 13, fluorine 19, phosphorus 31. ഇതിനൊക്കെ ഓഡ് മാസ് നമ്പർ ഉള്ള, പ്രോട്ടോണിന് ഓഡ് മാസ് നമ്പർ ആണ് നമുക്കറിയാം. Carbon it is odd mass number 13, it is odd number. Fluorine odd number 19, phosphorus 31 odd mass number. All these nuclei containing odd mass number. അങ്ങനെ അല്ലെങ്കിൽ odd atomic number ആയാലും മതി. Odd atomic number such as deuterium, it is H2 deuterium, odd atomic number. It has only one proton and one neutron. So deuterium containing odd atomic number 1, odd atomic number. Nitrogen also having odd atomic number 7. Nitrogen has atomic number 7 and it is odd atomic number. Give rise to
NMR സിഗ്നൽ. ഇത്തരം ന്യൂക്ലിയസുകൾ ഒന്നുകിൽ ആ ന്യൂക്ലിയസിന്റെ ആറ്റങ്ങൾക്ക് ഓഡ് മാസ് നമ്പർ ഉണ്ടാവണം, അല്ലെങ്കിൽ അത്തരം ന്യൂക്ലിയസുകളുടെ ആറ്റങ്ങൾക്ക് ഓഡ് ആറ്റോമിക് നമ്പർ ഉണ്ടാവണം. അത്തരം ന്യൂക്ലിയസുകൾക്കൊക്കെ തന്നെ നോൺ സീറോ സ്പിൻ നമ്പറാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത്തരം ന്യൂക്ലിയസുകൾ എന്തുകൊണ്ടാണ് NMR സ്പെക്ട്ര തരുന്നത്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ അണ്ടർലൈങ് NMR സ്പെക്ട്ര? അത് നമുക്ക് നോക്കണം. പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്ര വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ഈച്ച് ഓഫ് ദ nuclei spin about its own axis. Nuclei is a charged particle, positively charged particle, and this charged particle spin around its axis. It generates a magnetic field. Thus, these nuclei can be considered as a tiny bar magnet. ഇത്തരം ഒരു ബാർ മാഗ്നറ്റ്, ടൈനി ബാർ മാഗ്നറ്റ് ന്യൂക്ലിയസുകൾ നമുക്കറിയാം ഒരു ആറ്റത്തിൽ ഇഷ്ടം പോലെ കാണും. മോളിക്യൂളുകളുടെ ആറ്റങ്ങളിൽ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇഷ്ടാനുസരണം ആറ്റങ്ങൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ന്യൂക്ലിയസുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആ ന്യൂക്ലിയസുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയൈകൾ പൊതുവെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അഭാവത്തിൽ, പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഓറിയൻറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്പിൻ ഓറിയൻറ്റേഷൻ ഏത് തരത്തിലും ആവാം, അഥവാ റാൻഡം ഓറിയൻറ്റേഷനിൽ ഉണ്ടാവുക. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് ടൈനി ബാർ മാഗ്നറ്റ് ഓർ ന്യൂക്ലിയൈ usually orient in random direction. That is, without an external applied magnetic field, the nuclear spin are in random direction. You can see these are in random direction. The orientation of nuclear spin is in random direction in the absence of a magnetic field. But when an external magnetic field B0 is applied, you can see some of the spin are oriented along the same direction of the magnetic field, but some are oriented against the magnetic field, applied magnetic field. Some of the nuclear spin orient along the same direction of electromagnetic field, I mean the external magnetic field, external magnetic field, applied external magnetic field, and some are oriented against the external magnetic field. ഓക്കെ, നമുക്കറിയാം ഇവിടെയുള്ള ആറ്റമിക് ന്യൂക്ലിയൈകളെ നമ്മൾ ടൈനി ബാർ മാഗ്നറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. സാധാരണ നോർത്ത് പോൾ മേലെ നമ്മൾ കാണിക്കും, സൗത്ത് പോൾ താഴെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ കുറേ എണ്ണം നോർത്ത് പോളിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഓറിയൻറ്റ് ചെയ്തിരിക്കുക, വെർട്ടിക്കലായിട്ട് ഓറിയൻറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചെണ്ണം പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് പുറത്തുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നോർത്ത് പോൾ, സൗത്ത്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഈ മാഗ്നറ്റിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാം സൗത്ത് നോർത്ത് എന്ന് വരുമ്പോൾ സൗത്ത് നോർത്ത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. പിന്നെ നോർത്തും അല്ലെങ്കിൽ സൗത്തും തമ്മിൽ പിന്നെ റിപ്പൽ ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉദാഹരണമായിട്ട് ഈ നമ്മുടെ ടൈനി ബാർ മാഗ്നറ്റിൻ്റെ സൗത്തും ഇതിൻ്റെ നോർത്തും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പിന്നെ നോർത്തും പിന്നെ ടൈനി ബാർ മാഗ്നറ്റായ ന്യൂക്ലിയയുടെ സൗത്തും എന്നുള്ള തരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു എനർജി കുറഞ്ഞ അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റാണ്. അതാണ് ഇപ്പോൾ പ്രോട്ടോണിനൊക്കെ അങ്ങനെയുള്ള ഒരു അലൈൻമെൻറ്റിൽ കുറേ ന്യൂക്ലിയസുകൾ വരാം. ഇപ്പോൾ നോർത്ത് സൗത്ത് എന്നുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എനർജി കുറഞ്ഞ അലൈൻമെൻറ്റ്, അത് മിക്കവാറും നമ്മളിവിടെ കാണുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തതിന് എനർജി കുറവായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ നോർത്തും ഒരു രണ്ട് മാഗ്നറ്റ്സ് എടുത്തിട്ട് നോർത്തും നമ്മൾ അടുപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ റിപ്പൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈനി ബാർ മാഗ്നറ്റായ ന്യൂക്ലിയസും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യാതെ അത് എന്താ പറയുക റിപ്പൽ ചെയ്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് എനർജി കൂടുതലായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു എനർജി ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ റിപ്പൽ ചെയ്ത സ്റ്റേറ്റിൽ അതിന് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എനർജി ലെവൽസ് ആയിട്ട് ഇതിൻ്റെ ന്യൂക്ലിയർ മൊമെൻറ്റ്, ആംഗുലർ മൊമെൻറ്റ് അഥവാ അതിൻ്റെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ സ്പിൻ ഡയറക്ഷൻസ് പിന്നെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് എനർജി കുറഞ്ഞ ലെവലും മറ്റൊന്ന് എനർജി കൂടുതലുള്ള ലെവലുമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ പ്രോട്ടോണിൻ്റെ കേസിൽ 2 ലെവലായിട്ട് നമുക്കറിയാം, ഹാഫാണ്, അതിൽ 2 ലെവലായിട്ട് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്നുള്ള തരത്തിൽ കാണാം. അതിനൊരു പിന്നെ ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ഉണ്ട് ഈ സ്പ്ലിറ്റിങ്ങിന്. ദാറ്റ് ഈസ് 2i+1 എന്നുള്ള തരത്തിൽ. ഉദാഹരണമായിട്ട് യു ക്യാൻ സി if an external magnetic field is applied, the number of possible orientation, ഇത്തരം orientation, that is 2i+1, 2i plus total orientation 2i+1 ആയിരിക്കും. നമുക്കറിയാം hydrogen has a spin quantum number half, and so 2 into half plus 1, 2 orientations. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് പ്ലസ് ഹാഫ് ഓറിയൻറ്റേഷൻ, ദാറ്റ് ഈസ് അലൈൻഡ് along the direction of external magnetic field. അതിനെ നമുക്ക് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയാം, ആൽഫ സ്റ്റേറ്റ്. മറ്റൊന്ന് മൈനസ് ഹാഫ് ഉള്ള മറ്റൊരു ഓറിയൻറ്റേഷൻ, അതിന് എനർജി കൂടുതലായിരിക്കും, അതിന് ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയാം. ഇതുപോലെ പിന്നെ നമുക്ക് എന്താ പറയുക, ക്ലോറിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3/2 ആണ്. അപ്പോൾ ഐക്ക് 3/2 എന്ന് കൊടുത്താൽ 2 into 3/2 plus 1 എന്ന് പറയുന്നത് 4 ഓറിയൻറ്റേഷൻ ആയിട്ട് വരും. 4 ഓറിയൻറ്റേഷൻ പ്ലസ് 3/2, 2 minus 3/2, പ്ലസ് 3/2 പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് മൈനസ് 3/2. അങ്ങനെ 4 സ്റ്റേജ്, 4 പിന്നെ ഓറിയൻറ്റേഷൻ, 4 എനർജി സ്പ്ലിറ്റിംഗ് ഉള്ള പിന്നെ ഓറിയൻറ്റേഷൻസ് ആയിട്ട് വരും. ഹൈഡ്രജൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ കേസിൽ 2 പിന്നെ എനർജി ലെവൽസ് ആയിട്ട് അത് ഓറിയൻറ്റ് ചെയ്യും. ഒന്ന് ഹയർ എനർജി ലെവൽ മൈനസ് ഹാഫ് അഥവാ ബീറ്റ സ്റ്റേറ്റ്, മറ്റൊന്ന് ലോവർ എനർജി ലെവൽ ഹാഫ് ആൽഫ സ്റ്റേറ്റ് എന്നുള്ള തരത്തിൽ പ്ലസ് ഹാഫ് സ്റ്റേറ്റ്. അപ്പോൾ എനർജി സ്പ്ലിറ്റിംഗ് അവിടെ നടക്കുകയാണ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് അതിൻ്റെ ആ സ്റ്റേറ്റുകൾ നമ്മളിങ്ങനെയാണ് കളിക്കുക. ഇത് ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ സ്പിൻ സ്റ്റേറ്റ് മാറി മൈനസ് അഥവാ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്, ആൽഫ സ്റ്റേറ്റ് ബീറ്റ സ്റ്റേറ്റ്, എനർജി സ്റ്റേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് യു ക്യാൻ സീ ഹിയർ. ഐ നമുക്കറിയാം ഹാഫാണ്, പ്രോട്ടോണിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഹാഫാണ്. ആ ഹാഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് or magnetic field, or if the magnetic field is 0, it will be half. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങോട്ടേക്ക് റൈറ്റിലോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പ്ലിറ്റിങ് കൂടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് ഹാഫ് സ്റ്റേറ്റ് ബീറ്റ സ്റ്റേറ്റ്, അതുപോലെ ആൽഫ സ്റ്റേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന എനർജി ഗ്യാപ്പ് ആൽഫ സ്റ്റേറ്റും ബീറ്റ സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയാം. ഡെൽറ്റ ഇ സാധാരണഗതിയിൽ ഈ ഡെൽറ്റ ഇ വളരെ ചെറുതായിരിക്കും, വളരെ എനർജി ഗ്യാപ്പ് വളരെ സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ അവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ, പ്രോട്ടോണിൻ്റെ പോപ്പുലേഷനും ബീറ്റ സ്റ്റേറ്റിലുള്ള പ്രോട്ടോണിൻ്റെ പോപ്പുലേഷനും തമ്മിൽ വളരെ 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 മൈനർ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവൂ. സാധാരണഗതിയിൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 മില്യണിലൊക്കെ ഒരു 10 എണ്ണം എന്നൊക്കെ തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആൽഫ സ്റ്റേറ്റിൽ ബീറ്റ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷനിലുള്ള ഡിഫറൻസ് 1 മില്യണിലൊക്കെ ഒരു 10 എണ്ണം എന്നുള്ള തരത്തിൽ, അത്രയും ചെറിയ എനർജി ഡിഫറൻസാണ് ഇവ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഇനി സാധാരണ ചെയ്യുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ റേഡിയോ ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യാണ് ഈ ന്യൂക്ലിയസിലേക്ക്. ഈ ന്യൂക്ലിയസിനെ നമ്മൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചതിന് ശേഷം എക്സ്റ്റേണൽ റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ഗ്യാപ്പിന് സമാന്തരമായിട്ടുള്ള അളവ് റേഡിയോ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ സ്റ്റേറ്റിൽ നിന്ന് ബീറ്റ സ്റ്റേറ്റിലേക്ക് പിന്നെ പ്രോട്ടോൺസ് ഫ്ലിപ്പ് ചെയ്യാണ്. അതോടുകൂടിയിട്ട് അത് ആ ലെവലിലേക്ക് അത് ചാടുമ്പോൾ അതിൻ്റെ സ്പിന്ന് ഫ്ലിപ്പ് ചെയ്യും, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് ആയിട്ട് വരും. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. ആ സ്റ്റേറ്റ് നമുക്കറിയാം, ബീറ്റ സ്റ്റേറ്റ് താരതമ്യേന എന്താ പറയുക കുറഞ്ഞ സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ട് കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള ആൽഫ സ്റ്റേറ്റിലേക്ക് തന്നെ അത് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ അബ്സോർബ് ചെയ്തിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസിക്ക് സമാന്തരമായിട്ടുള്ള അളവ് പിന്നെ അത് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സിഗ്നൽ NMR സ്പെക്ട്രോസ്കോപ്പിൽ നമുക്ക് കിട്ടുന്നു. ആ സിഗ്നലിനെയാണ് നമ്മൾ NMR സ്പെക്ട്ര എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ബേസിക് പ്രിൻസിപ്പിൾ. ഈ ഡിഫറൻസ്, ഇറ്റ് ഈസ് ദ ഡെൽറ്റ ഇ. It is equivalent to delta E, the energy corresponding to radio frequency. അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോവർ ആൽഫ സ്റ്റേറ്റിൽ നിന്നും
പിന്നെ ഹയർ എനർജി ബീറ്റ സ്റ്റേറ്റിലേക്ക് ന്യൂക്ലിയസ് ഫ്ലിപ്പ് എന്താ പറയുക എക്സൈറ്റ് ചെയ്യപ്പെടും. അവിടെ വെച്ച് അതിൻ്റെ സ്പിന്ന് ഫ്ലിപ്പ് ചെയ്യപ്പെടുകയാണ്. അത് -12 ആയിട്ട് ഇത് താഴെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് സ്പിൻ ചെയ്യുന്നതെങ്കിൽ മേലെയുള്ള ആൽഫ ബീറ്റ സ്റ്റേറ്റിലാണെങ്കിൽ അത് -12 സ്റ്റേറ്റിലായിരിക്കും സ്പിൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് സ്പിൻ ചെയ്യുന്നുണ്ടാവുക. ഇനി അത് എനർജി റേഡിയോ ഫ്രീക്വൻസി എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അത്രയും എമൗണ്ട് ഓഫ് എനർജി ഡെൽറ്റ ഇക്ക് സമാന്തരമായിട്ടുള്ള എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ട് താഴത്തേക്ക് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ആൽഫ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് NMR സിഗ്നൽ കിട്ടും. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് വെൻ ദ സ്പിൻ റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവൽ ദ അബ്സോർബ്ഡ് റേഡിയോ ഫ്രീക്വൻസി എനർജി ഈസ് എമിറ്റഡ് അറ്റ് ദ സെയിം ഫ്രീക്വൻസി ലെവൽ ആൻഡ് ഹെൻസ് it gives a signal in the NMR spectrum of the concerned nucleus. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ ഗ്രാഫിൽ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതോറും B0 അതായത് അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരിക. അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരുന്നതോറും അതായത് അപ്ലൈഡ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് ഈ എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ കൂടി വരികയാണ്. എനർജി കൂടി വരികയാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി കൂടി വരികയാണ്. സാധാരണ ഒരു മിനിമം B0 അല്ലെങ്കിൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മിനിമം അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷനും ബീറ്റ സ്റ്റേറ്റ് പോപ്പുലേഷനും തമ്മിൽ വളരെ എണ്ണം കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് NMR സ്പെക്ട്ര എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈ എനർജി ഗ്യാപ്പ് കൂട്ടുന്നതിനനുസരിച്ച് ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ അതിൻ്റെ ആ ഡിഫറൻസ് കൊണ്ടാണ് ആൽഫ സ്റ്റേറ്റിൽ നിന്ന് ബീറ്റ സ്റ്റേറ്റിലേക്ക് ചാടുന്നത്. ഒരു 5 ആൽഫ സ്റ്റേറ്റിൽ ബീറ്റ സ്റ്റേറ്റിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ ആ 5 നിന്നാണ് ന്യൂക്ലിയസ് ബീറ്റ സ്റ്റേറ്റിലേക്ക് ചാടുന്നത്. ആ ഡിഫറൻസ് കൊണ്ടാണ് അത് ന്യൂക്ലിയസിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്, ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് പരമാവധി പോപ്പുലേഷൻ്റെ ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ എനർജി ഗ്യാപ്പ് കൂട്ടുന്നതിനനുസരിച്ച് ആൽഫ സ്റ്റേറ്റിൽ കൂടുതൽ എണ്ണം പിന്നെ ഈ ന്യൂക്ലിയസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് സാധാരണ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഡെൽറ്റ ഇ വർദ്ധിപ്പിക്കുക, എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഡെൽറ്റ ഇ കൂടും, അഥവാ ആ ഡെൽറ്റ ഇക്ക് സമാന്തരമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് അബ്സോർബ് ചെയ്യുക, റേഡിയോ ഫ്രീക്വൻസിയാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് കാണും അപ്ലൈഡ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ ഡെൽറ്റ ഇ വർദ്ധിക്കുകയാണ്. ഡെൽറ്റ ഇ വർദ്ധിക്കുമ്പോൾ ഈ എനർജി ഗ്യാപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻസ് ആ ഡിഫറൻസ് ആൽഫ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനും ബീറ്റ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ തന്നെ പരമാവധി അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എനർജി കൊടുക്കുന്നതിനനുസരിച്ച് ഈ കൂടുതലുള്ള എണ്ണം പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആൽഫ സ്റ്റേറ്റിൽ നിന്നും ബീറ്റ സ്റ്റേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യും. അഥവാ ഈ എനർജി ഗ്യാപ്പ് കുറയുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞുകൊണ്ട് തന്നെ പോപ്പുലേഷൻസിൻ്റെ ഡിഫറൻസും കുറയും. ഇതിങ്ങോട്ടേക്ക് എനർജി ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഇവ തമ്മിലുള്ള പോപ്പുലേഷൻ ഡിഫറൻസ് കൂടും. അതുകൊണ്ട് എനർജി റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ഈ ഡെൽറ്റ ഇക്ക് സമാന്തരമായിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹയർ പോപ്പുലേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് പ്രോട്ടോൺ അല്ലെങ്കിൽ പൊതുവെ ന്യൂക്ലിയൈ ലോവർ എനർജി ആൽഫ സ്റ്റേറ്റിൽ നിന്നും ബീറ്റ സ്റ്റേറ്റിലേക്ക് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ ഇൻ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഡെൽറ്റ ഇ വർദ്ധിക്കും, അതിനനുസരിച്ച് പോപ്പുലേഷൻ ഡിഫറൻസ് കൂടും. ആ ഡെൽറ്റ ഇക്ക് സമാന്തരമായിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുക. അപ്പോൾ ആൽഫ സ്റ്റേറ്റിൽ നിന്നും ബീറ്റ സ്റ്റേറ്റിലേക്ക് ന്യൂക്ലിയസ് എക്സൈറ്റ് ചെയ്യും. ആ ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോഴാണ്, അഥവാ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ആൽഫ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് അതിൻ്റെ ന്യൂക്ലിയർ സ്പിൻ ഫ്ലിപ്പിംഗ് നടക്കുകയും വീണ്ടും ഫ്ലിപ്പിംഗ് നടന്നിട്ട് നേരത്തെയുള്ള അതേ സ്പിൻ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിക്ക് സമാന്തരമായിട്ടുള്ള NMR സ്പെക്ട്രയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ ഈ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇഫ് വി ഇൻക്രീസ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് B0, the difference in energy between the alpha and the beta state continues to increase. See, around 11.75 Tesla, the difference in energy gap or the energy gap is 500 megahertz. Okay, in 8.46 Tesla, it is 360 megahertz.
You can see the difference between these two energy states, alpha state and beta state. This difference, the emitted radio frequency, usually directly proportional to the strength of the applied field. That indicates the difference is usually released or emitted during this process, and it is directly proportional to the strength of the magnetic field, and is represented as the frequency is equal to gamma B0 by 2 pi, where B0 is the external magnetic field experienced by the proton, external magnetic field experienced by the proton, and gamma is the magneto-gyric ratio or gyromagnetic ratio, that is actually the ratio between the nuclear magnetic moment and the angular moment, that is gyromagnetic ratio. Okay, let us see what happens when an applied magnetic field or an external magnetic field is applied to a nucleus. When the magnetic field is applied, the nucleus begins to precess about its own axis of spin with an angular frequency of omega, and this angular frequency is otherwise called Nmr frequency. That is, when an external magnetic field is applied to this nucleus, the nucleus begins to precess with an angular frequency or Nmr frequency, omega. Okay, the frequency of this proton or Nmr frequency is directly proportional to applied magnetic field. That means as the applied magnetic field increases, the Nmr frequency omega also getting increases. That means the stronger the applied magnetic field, the higher the rate or the angular frequency, rate of angular frequency of precision. For example, for a proton, if we apply 1.41 Tesla, the frequency of precision would be approximately 60 megahertz. 1.41 ടെസ്ലയിൽ അതിൽ ലാർമർ ഫ്രീക്വൻസി 60 മെഗാഹെർട്സ് ആയിരിക്കും. അത് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ഈ ലാർമർ ഫ്രീക്വൻസി കൂടുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലാർമർ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് സോ the proton getting precessed with the Nmr frequency, and such a nucleus with a charge on precessing generate an oscillating electric field of the same frequency, same Nmr frequency. ഈ Nmr ഫ്രീക്വൻസിക്ക് സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സമമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഫീൽഡിന്റെ frequency Nmr frequencyക്ക് സമമായിരിക്കും. It generate the positively charged nucleus when it precess generate an electric field, and this field having the frequency same as that of Nmr frequency. Okay, if the radio frequency waves of the frequency of that means the Nmr frequency or the frequency of electric field that is generated by this precessing electron is supplied. That is, if the radio frequency waves of this frequency, that is the Nmr frequency or the frequency generated by the precessing electron of the electric field is supplied, then the energy gets absorbed. ആ സമയത്താണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പ്രിസസ് ചെയ്യുന്ന ന്യൂക്ലിയസ് അതിൽ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ, പ്രിസസിങ് ന്യൂക്ലിയസിന് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു നിശ്ചിത ഫ്രീക്വൻസി ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു Nmr ഫ്രീക്വൻസി. ആ Nmr ഫ്രീക്വൻസിക്ക് സമമായ ഫ്രീക്വൻസി ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്ത ന്യൂക്ലിയസ് ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവുക. അത്രയും തന്നെ ഫ്രീക്വൻസിയുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ് നമ്മൾ അതിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റേഡിയോ ഫ്രീക്വൻസി ഈ ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്യുന്നു. എപ്പോഴും അബ്സോർബ് ചെയ്യുന്ന വെച്ചാൽ പ്രിസസിങ് ന്യൂക്ലിയസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്രീക്വൻസിക്ക് സമമായ അളവ് റേഡിയോ ഫ്രീക്വൻസി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ എനർജി ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, that is when the frequency of oscillating electric field component of the incoming radiation, നമ്മൾ കൊടുത്ത റേഡിയേഷനിലുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണന്റ് ഉണ്ട്. അത് നമ്മുടെ ഈ പ്രോട്ടോൺ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ഫീൽഡും കൂടി കപ്പിൾ ചെയ്യും. ആ സമയത്താണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. എനർജി അബ്സോർബ് ചെയ്യലോടുകൂടി നമ്മുടെ
ന്യൂക്ലിയസ് ആൽഫ സ്റ്റേറ്റിൽ നിന്നും ഫ്ലിപ്പ് ചെയ്തിട്ട് ബീറ്റ സ്റ്റേറ്റിലേക്ക് പോയി അതിൻ്റെ സ്പിന്ന് ഫ്ലിപ്പ് ചെയ്തു, എനർജി അബ്സോർബ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ സമയത്താണ് നമ്മൾ പറയുക ഈ പ്രോട്ടോണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസിൽ എത്തി അഥവാ റെസണൻസിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. റെസണൻസ് അവിടെ സംഭവിച്ചു അഥവാ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം ആ ഒരു സ്റ്റേജിൽ. ദാറ്റ് ഈസ് ദ frequency, radio frequency, oscillating radio frequency or oscillating electric field of the radio wave couples with the electric field generated by the precessing electron matches, then we can say the proton is in resonance or nuclear magnetic resonance happens. Okay, അതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. It is the radio frequency wave supplied to the precessing nucleus. Here it is precessed, or the spin is plus half. It is getting precessing. It is precessing, and radio frequency of about 60 megahertz is applied because the precessing frequency omega is 60 megahertz. Then this precessing frequency or the frequency of electric field generated by the precessing nucleus is equivalent to 60 megahertz. When that much amount of frequency is supplied, the electric field component of the radio frequency gets matched with the electric field generated by this precessing nucleus. Then flipping takes place. Flipping energy gets absorbed, thereby nuclear flipping takes place, thereby it gets excited to the beta state, and hence the spin state is minus half. This plus half becomes minus half by absorption of this much amount of energy. Okay, it is the nuclear magnetic resonance process. Here the absorption occurs when the frequency of radiation, that is radio wave frequency of 60 megahertz is absorbed, that is equivalent to this precessing frequency, that is 60 megahertz. At that stage we can say nuclear magnetic resonance happens. Okay, this condition is called resonance. The resonant frequencies of nuclei are then measured and converted into an NMR spectrum that displays all the right frequencies as peaks on a graph. You can see this graph. It is a simple NMR spectrum. Here the TMS is tetramethyl silane. It is the standard substance that can be discussed later about this TMS. Then frequencies, different frequencies, absorbed frequencies are plotted. Here the plot is intensity versus frequency. It is usually referred to as NMR spectrum. You know, the height of each of the peak represent the number of nuclei that resonates at each specific frequency. This is known as intensity of the signal. You can see different intensity. The height represent the intensity of the signal. This intensity corresponds to the number of nuclei present. The number of nuclei present, or the height of each peaks represent the number of nuclei that resonates with a specific frequency. CNMR having great utility because not all the protons in the molecules have resonance at the same frequency. If it is true, we will get only one peak, and hence nuclear magnetic resonance will not have any utility. But it is not the case. Nuclear magnetic resonance has great utility. It is because not all the protons in a molecule have resonance at the same frequency, or the molecules will have different protons, different types of protons, and hence different nuclear magnetic resonance and different peaks will be obtained. It is due to the fact that the protons in the molecules are surrounded by electrons, and exist in a different electronic environment from one another. Each of the protons exist different environment. Each of the proton is surrounded by electrons,
and the electron clouds are different, or their density is different, and hence we can say each of the proton are or protons exist in slightly different electronic environment. Okay. In an applied magnetic field, the valence electron of the protons are caused to circulate. This circulation is called local diamagnetic current. These electrons generates a counter magnetic field which opposes the applied magnetic field, which is called diamagnetic shielding or diamagnetic anisotropy. നമുക്കറിയാം, ഒരു പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫീൽഡ് ലൈൻസ് യു കൻ സി, അല്ലെങ്കിൽ ഫീൽഡ് സാധാരണഗതിയിൽ അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുക. ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ സർക്കുലേഷൻ വഴി ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ അപ്ലൈഡ് ഫീൽഡ് പ്രോട്ടോണിന് കിട്ടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു, ഒരു ഷീൽഡിങ് ഉണ്ടാക്കുന്നു. ആ ഒരു ഷീൽഡിങ്ങിനെ നമുക്ക് ഡയാമാഗ്നറ്റിക് ഷീൽഡിങ് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് അനിസോട്രോപ്പി എന്ന് പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ പ്രോട്ടോൺ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ആ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് അല്ലെങ്കിൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് മുഴുവനായിട്ടും ആർക്ക് കിട്ടുന്നില്ല? പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസിന് കിട്ടുന്നില്ല, ബിക്കോസ് ഓഫ് ദിസ് ഷീൽഡിങ് ഓഫ് electrons, and this shielding is particularly known as diamagnetic shielding or diamagnetic anisotropy. See, in an atom, the local diamagnetic current that generates the secondary induced magnetic field of electrons, which has a direction usually opposite to that of magnetic field, that you can see here. In this picture you can see the positively charged nucleus is at the center. It is spinning about the axis. It is spinning in this direction. Nucleus is spinning in this direction, and you can see a sphere of electron cloud around it, a sphere of electron cloud that generates an induced magnetic field, and this magnetic field usually you see opposes the applied magnetic field. Here applied magnetic field is B0, that is in this direction, and the magnetic field generated by the electron, you can see the field lines from south to north. You can see all these field lines are circulating. You can see the circle. Field lines are opposing the induced magnetic field. The direction is opposite to that of the B0, and hence this magnetic field opposes the applied magnetic field, and it is called diamagnetic shielding or diamagnetic anisotropy. That is, the circulating electrons around the nucleus generates a secondary magnetic field which usually opposes the applied magnetic field. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് മുഴുവനായിട്ടും ഈ പ്രോട്ടോണിന് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന് ലഭിക്കില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഈ കെമിക്കൽ എൻവിറോൺമെൻറ്റിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും ഈ സെൻട്രലായിട്ട് നിൽക്കുന്ന ഈ ന്യൂക്ലിയസിന്, ഇലക്ട്രോണിൻ്റെ അകത്തായിട്ട് നിൽക്കുന്ന, ഈ നടുക്കായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്ന ന്യൂക്ലിയസിന് ലഭിക്കുന്നത് ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രോട്ടോണും അല്ലെങ്കിൽ ഓരോ ന്യൂക്ലിയസും എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുക. ഓരോ ടൈപ്പ് പ്രോട്ടോണും വ്യത്യസ്ത രീതി. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിന് വ്യത്യാസത്തിനനുസരിച്ച് ഈ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം ഉണ്ടാകും. ഇത് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ കൂടുതലാണെങ്കിൽ ഇത് വളരെ നന്നായിട്ട് B0 അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യും. അതിനനുസരിച്ച് ഈ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറയും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അബ്സോർബ് ചെയ്യുന്ന എനർജി കുറച്ചേ വേണ്ടി, ഇത് ഈ പ്രോട്ടോണിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന
എനർജി കുറവേ വേണ്ടി വരുന്നുള്ളൂ. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി കൂടി വരിക. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞ അളവിൽ റേഡിയോ ഫ്രീക്വൻസി മതി അതിൻ്റെ പ്രിസിഷൻ ഫ്രീക്വൻസിയുമായിട്ട് റെസണൻസിലെത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ പ്രോട്ടോണും വ്യത്യസ്ത രീതിയിലുള്ള പ്രിസിഷണൽ എനർജിയോട് കൂടിയിട്ടായിരിക്കും, അഥവാ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രിസിഷണൽ ഫ്രീക്വൻസിയുടെ കൂടിയായിരിക്കും അത് പ്രിസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വ്യത്യസ്തമായ അളവിലാണ് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു മോളിക്യൂളിൽ തന്നെ വ്യത്യസ്ത ടൈപ്പിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കെമിക്കൽ എൻവയോൺമെൻറ്റിലായിരിക്കും പ്രോട്ടോൺസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പീക്സ് റേഡിയോ NMR സ്പെക്ട്രോസ്കോപ്പിൽ കിട്ടുന്നു, അല്ലെങ്കിൽ NMR സ്പെക്ട്രയിൽ വ്യത്യസ്ത പീക്കായിട്ട് നമുക്ക് ഓരോ ടൈപ്പ് പ്രോട്ടോൺ, ഒരു മോളിക്യൂളിൽ തന്നെ വ്യത്യസ്ത ടൈപ്പ് പ്രോട്ടോൺ ഉണ്ടാകുന്നതിന് കാരണമാവുകയും വ്യത്യസ്ത രീതിയിലുള്ള പീക്ക് ലഭിക്കുകയും ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദിസ് ഡയാമാഗ്നറ്റിക് അനിസോട്രോപ്പി ഓർ ഡയാമാഗ്നറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, that means the greater the electron density around the nucleus, the greater the induced counter field that opposes the applied magnetic field. The counter field that shield the nucleus diminishes the net applied magnetic field that nucleus experiences, that I had said. As a result, the nucleus presses at a lower frequency. This means that it also absorbs at this lower frequency. Okay, each proton in a molecule is in a slightly different chemical environment. You know, each of the proton in a molecule is in a slightly different chemical environment and consequently has slightly different amount of electronic shielding, which results in a slightly different resonance frequency. Okay, and this difference in resonance frequency because of the shielding or de-shielding is referred to as chemical shift. De-shielding എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഷീൽഡിങ് കണ്ടു, പിന്നെ പ്രോട്ടോണിന് ചുറ്റും സർക്കുലേറ്റിംഗ് പിന്നെ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രോട്ടോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനി ഈ പിന്നെ ഇലക്ട്രോൺ ക്ലൗഡ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഡെൻസിറ്റിയെ കുറക്കുന്ന കുറേ ഫാക്ടർ ഉണ്ടാവും. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോട്ടോണിന് ചുറ്റുമുള്ള ആ പ്രത്യേക പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോണിക് പിന്നെ ഡെൻസിറ്റി, ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രോട്ടോണിന് ചുറ്റുമുള്ളത് കുറയും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പിന്നെ എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ് ഇത് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ വരുന്നതിനെ നമുക്ക് ഡീഷീൽഡിംഗ് എന്ന് പറയാം. ഇങ്ങനെ ഡീഷീൽഡിംഗ് കൊണ്ടോ ഷീൽഡിംഗ് കൊണ്ടോ സ്വാഭാവികമായിട്ടും റെസണൻസ് ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്ന ഓരോ വ്യത്യസ്ത പ്രോട്ടോൺ സെറ്റിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസി വരുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ റെസണൻസ് ഫ്രീക്വൻസി ബിക്കോസ് ഓഫ് ദ ഷീൽഡിംഗ് ഓർ ഡീഷീൽഡിംഗ് is referred to as chemical shift. Okay, see for example the difference in resonance frequency is usually very small. Adu shradhikka, it is very very small. The difference in chemical shift for each of the set of proton or each type of proton is very small. For example, the difference in resonance frequency of protons in chloromethane, that is CH3CL, and fluoromethane, that is CH3F, is only 72 hertz. 72 hertz when applied when the applied field is 1.41 Tesla. ഈ 1.41 ടെസ്ലയാണ് നമ്മൾ അപ്ലൈഡ് ഫീൽഡ് എങ്കിൽ നമ്മൾ രണ്ട് തരം പിന്നെ മോളിക്യൂളാണ് നമ്മൾ നിരീക്ഷിക്കുന്നതെങ്കിൽ ഒന്നിൽ മീഥൈൽ ക്ലോറോമീഥൈൻ ആണ്, അപ്പോൾ മറ്റേതിൽ ഫ്ലൂറോമീഥൈൻ ആണ്. രണ്ടിലുള്ള പ്രോട്ടോണുകൾ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് വെറും 72 ഹെർട്സ് ആണ്. 72 ഹെർട്സ് ആണ് 1.41 ടെസ്ലയിൽ. Since the radiation used to induce proton transition at that magnetic field, that is 1.41, field strength is of frequency near 60 megahertz. ഇത് 1.41 ടെസ്ല എന്ന് പറയുന്നത് 60 മെഗാഹെർട്സിന് തുല്യമാണ്. ആ 60 മെഗാഹെർട്സ് നമ്മൾ ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ, റേഡിയോ ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യും. അങ്ങനെ ക്ലോറോമീഥൈൻ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോറോമീഥൈനിലുള്ള പ്രോട്ടോൺ അബ്സോർബ് ചെയ്യുന്ന പിന്നെ ഫ്രീക്വൻസിയും ഫ്ലൂറോമീഥൈൻ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം വെറും 72 ഹെർട്സ് മാത്രമാണ്. ദാറ്റ് ഈസ് യൂഷ്വലി ദിസ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി മോർ ദാൻ 1 ppm, 1 പാർട്സ് പെർ മില്യണേക്കാളും ചെറിയൊരളവ് മാത്രമാണ് ഈ 72 ഹെർട്സ് എന്ന് പറയുന്നത്.
ആ ഒരു ചെറിയ ഡിഫറൻസിലാണ് സാധാരണ മറ്റ് പ്രോട്ടോണുകൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദിസ് ഫ്രീക്വൻസി ഓർ അതിൻ്റെ യൂട്ടിലിറ്റി നമ്മുടെ NMR സ്പെക്ട്രോസ്കോപ്പിൻ്റെ അല്ലെങ്കിൽ NMR സ്പെക്ട്രയുടെ യൂട്ടിലിറ്റി തന്നെ ഇല്ലാതെ വളരെ വളരെ അടുത്തായിട്ട് നമുക്ക് ഡിഫർ ചെയ്യാൻ പറ്റാത്ത അത്രയും അടുത്തായിട്ട് പീക്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വലിയ പ്രയാസമാകും. ഓക്കെ, it is very difficult to measure the exact frequency at that precision. ഈ 1 ppm ഒക്കെ precisionൽ നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാനൊക്കെ വളരെ വളരെ പ്രയാസമാകും. Hence no attempt is usually made to measure the exact resonance frequency of any proton. അതുകൊണ്ട് കൃത്യമായുള്ള ഒരു ഫ്രീക്വൻസി മെഷർ ചെയ്യുകയല്ല സാധാരണ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കെമിക്കൽ ഷിഫ്റ്റ് കാണാൻ വേണ്ടി instead a reference compound is placed in the solution of the substance to be measured and the resonance frequency of each proton in the sample is measured relative to the resonance frequency of the protons in the reference substance. സാധാരണ ഒരു റെഫറൻസ് കോമ്പൗണ്ടും കൂടി നമുക്ക് ഏതിലാണോ NMR കാണേണ്ടത് അതിൻ്റെ സൊല്യൂഷനിലേക്ക് ഒരു റെഫറൻസ് കോമ്പൗണ്ട് കൂടി ആഡ് ചെയ്യും. ആ റെഫറൻസ് കോമ്പൗണ്ടിലുള്ള പ്രോട്ടോണിൻ്റെ റെസണൻസ് ഫ്രീക്വൻസിയും നമ്മുടെ ഡിസ്പോസലിലുള്ള നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ NMR കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിലുള്ള പ്രോട്ടോൺസിൻ്റെ റെസണൻസ് ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് എ റെഫറൻസ് കോമ്പൗണ്ട് ഈസ് പ്ലേസ്ഡ് in the solution of the substance to be measured and the resonance frequency of each proton in the sample is measured relative to the resonance frequency of proton in the reference substance. That is the resonance frequency of each proton in the sample is measured relative to the resonance frequency of the proton in the reference substance. ആ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റെഫറൻസ് സബ്സ്റ്റൻസിലുള്ള പ്രോട്ടോണിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ കോമ്പൗണ്ട് നമ്മുടെ മെഷർ ചെയ്യാൻ ഉപയോഗിച്ച നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ അതിലകത്തുള്ള പ്രോട്ടോണിൻ്റെയും ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസമായിട്ടാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് സാധാരണ മെഷർ ചെയ്യുക. ഓക്കെ, അല്ലാതെ കൃത്യമായ ഓരോ കോമ്പൗണ്ടിലുള്ളയും പ്രോട്ടോണിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസമാണ്. അത് സാധാരണ ചെയ്യാറില്ല. സാധാരണ ഒരു റെഫറൻസ് കോമ്പൗണ്ട് ഉപയോഗിച്ച് ആ റെഫറൻസ് കോമ്പൗണ്ടിലുള്ള പ്രോട്ടോണിൻ്റെയും നമ്മുടെ സാമ്പിളിലുള്ള പ്രോട്ടോണിൻ്റെയും ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. NMRൽ പീക്ക് പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. ഇൻ അതർ വേർഡ്സ് frequency difference is measured directly, not the frequency but the frequency difference is measured directly by comparing with the reference standard. The standard reference substance is usually used as TMS, that is tetramethylsilane. It is the standard reference substance, tetramethylsilane. But tetramethylsilane ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയും നമ്മുടെ ടെസ്റ്റ് സാമ്പിളിലുള്ള ഹൈഡ്രജൻ പ്രോട്ടോണിൻ്റെ ഫ്രീക്വൻസി പ്രോട്ടോൺ തരുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ടെട്രാമീഥൈൽ ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 0 ആയിട്ട് കൊടുത്താൽ അതിൽ നിന്ന് എത്രമാത്രം വ്യത്യാസത്തിലാണ് അടുത്ത നമ്മുടെ ടെസ്റ്റ് സാമ്പിളിലുള്ള ഒരു പ്രോട്ടോൺ സെറ്റ് തരുന്നത് എന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് റെസണൻസ് ഫ്രീക്വൻസിയാണ് നമ്മൾ മെഷർ ചെയ്യുക by comparing with the resonance frequency of TMS അഥവാ ടെട്രാമീഥൈൽസിലിൻ ഓർ അവർ റെഫറൻസ് സബ്സ്റ്റൻസ്. ഫോർ അതിനെയാണ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പാർട്സ് പെർ മില്യണിൽ അല്ലെങ്കിൽ ഡെൽറ്റ സ്കെയിലാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ആക്ച്വലി ഒബ്സർവ്ഡ് കെമിക്കൽ ഷിഫ്റ്റ് ഇൻ ഹെർട്സ് ഡൗൺ ഫീൽഡ് ഫ്രം ദ TMSൽ നിന്ന് ഡൗൺ ഫീൽഡ് ആയിട്ടാണ് കിട്ടുക. ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നതിന് കാരണം ഡൗൺ ഫീൽഡ് അപ്പ് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡീഷീൽഡിങ് വരുമ്പോൾ കൂടുതൽ ഫ്രീക്വൻസി നമ്മുടെ പ്രോട്ടോൺ അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഡീഷീൽഡിങ് വരുമ്പോൾ ഡൗൺ ഫീൽഡ് TMSൽ നിന്നും ഇടത് ഭാഗത്തേക്ക് അതിൻ്റെ ഫ്രീക്വൻസി നീങ്ങാൻ 0 ആണ് നമ്മൾ TMSന് കൊടുത്തതെങ്കിൽ പാർട്സ് പെർ മില്യണിൽ ഫ്രീക്വൻസി 0 പാർട്സ് പെർ മില്യൺ ആയിട്ടാണ് നമ്മൾ TMSന് കൊടുത്തതെങ്കിൽ TMSൻ്റെ അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഡീഷീൽഡിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഫ്രീക്വൻസി നീങ്ങും. അപ്പോൾ അതാണ് പറഞ്ഞത്. അത് ഹെർട്സിൽ നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് കെമിക്കൽ ഷിഫ്റ്റ് ഇൻ ഹെർട്സ് ഡൗൺ ഫീൽഡ് ഫ്രം TMS ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് NMR സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഒരു NMRൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി NMRൽ നമ്മൾ ഒരു മെഗാ ഹെർട്സിൽ റേഡിയോ ഫ്രീക്വൻസി പാസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന
പ്രിസിഷൻ ഫ്രീക്വൻസി കിട്ടാൻ വേണ്ടി നമ്മൾ NMR സ്പെക്ട്രോം ഫോട്ടോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് 60 മെഗാഹെർട്സിൻ്റെ അല്ലെങ്കിൽ 100 മെഗാഹെർട്സിൻ്റെ അല്ലെങ്കിൽ 400 മെഗാഹെർട്സിൻ്റെ 600 മെഗാഹെർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു NMR സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി സ്പെക്ട്രോമീറ്ററിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പിന്നെ അതാണ് യഥാർത്ഥത്തിൽ കെമിക്കൽ ഷിഫ്റ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി observed chemical shift downfield from TMS divided by frequency of NMR spectrometer. Okay, that is actually referred to as chemical shift. See, for example, calculate the chemical shift of an absorption that occurs 1500 Hz downfield from TMS using 300 megahertz NMR spectrometer. 300 megahertz NMR spectrometer നമുക്ക് ഒരു പിന്നെ കെമിക്കൽ ഷിഫ്റ്റ് കിട്ടിയത് 1500 ഹെഡ്സ് ആണ് ഫ്രം ഡൗൺഫീൽഡ് ഫ്രം TMS. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കെമിക്കൽ ഷിഫ്റ്റ് എത്രയായിരിക്കും? TMSൽ നിന്ന് 1500 ഹെഡ്സ് ഡൗൺഫീൽഡായിട്ട് ഒരു 300 മെഗാ ഹെഡ്സ് NMR സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കെമിക്കൽ ഷിഫ്റ്റ് കിട്ടുമെന്നാണ് ചോദ്യം. അതാണ് നമുക്ക് ഇറ്റ് ഈസ് കെമിക്കൽ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു 1500 ഹെഡ്സ് ഡൗൺഫീൽഡ് ഫ്രം TMS ഡിവൈഡ് ബൈ 300 മെഗാ ഹെഡ്സ്. That is operating frequency of NMR spectrometer in megahertz. അതാണ് 300 മെഗാഹെർട്സ് കൂടെ 1500 ഹെഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ 1500 ഡിവൈഡ് ബൈ 300 ദാറ്റ് ഈസ് ഈക്വലന്റ് ടു 5 പാർട്സ് പെർ മില്യൺ. അപ്പോൾ അവിടെ കെമിക്കൽ ഷിഫ്റ്റ് 5 പാർട്സ് പെർ മില്യൺ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് calculating chemical shift. Similarly, you can see a proton NMR spectrum of methyl alcohol recorded on a 500 megahertz NMR spectrometer consists of two signals, one due to methyl proton at 1715 Hz and other due to OH proton that is at 1830 Hz measured downfield from TMS. അങ്ങനെയാണെങ്കിൽ calculate the chemical shift of each of the absorption. You can see for CS3 proton it will be 1715 divided by 500 that is equivalent to 3.43 parts per million. In the case of OH proton, it will be 1830 Hz divided by 500 megahertz that is equivalent to 3.66 parts per million. And so chemical shift of OH is 3.66 parts per million and chemical shift of CS3 proton is 3.43 parts per million. Similarly, if any for example, similarly you can ask, do the CS3 proton absorb upfield or downfield from OH proton? OH proton upfield ആണോ downfield ആണോ CS3 proton absorb ചെയ്യുന്നത്? എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും. It is 3.43, it is 3.66. 3.66 TMSുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കിയാൽ ലെഫ്റ്റിലോട്ടേക്കാണ് വരിക. TMS റൈറ്റിൽ എക്സ്ട്രീം റൈറ്റിലാണ്, സീറോയിലാണ് നിൽക്കുന്നതെങ്കിൽ 3.66 3.43 കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് നീങ്ങിയാണ്. ആൻഡ് സോ ലെഫ്റ്റിലോട്ട് വരുന്നതോറും നമ്മൾ പിന്നെ ഡൗൺഫീൽഡ് എന്നാണ് പറയുക. TMSൻ്റെ അടുത്തോട്ടേക്ക് പോകുന്നതൊക്കെ അപ്ഫീൽഡ് എന്നാണ് പറയുക. അപ്ഫീൽഡ് എന്ന് പറയുന്നത് കൂടുതൽ ഷീൽഡിങ് വരുന്നത്, ഡൗൺഫീൽഡ് എന്ന് പറയുന്നത് കൂടുതൽ ഡീഷീൽഡിങ് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം CS3 പ്രോട്ടോൺ അബ്സോർബ് അപ്ഫീൽഡ് ഫ്രം OH പ്രോട്ടോൺ. OH പ്രോട്ടോണിനേക്കാളും അപ്ഫീൽഡ് മുന്നോട്ട് TMSൻ്റെ ഭാഗത്തേക്ക് പോയി നീങ്ങുകയാണ്. അതുകൊണ്ട് നമുക്ക് CS3 proton absorb upfield from OH proton എന്ന് പറയാം. TMS is usually chosen because it gives an intense sharp signal even at low concentration. ഒരു intense sharp signal കിട്ടും അതിൻ്റെ ഫ്രീക്വൻസിയിൽ, because it having highly shielded 12 protons in a magnetically equivalent positions. നമുക്കറിയാം TMS എന്ന് പറയുന്ന ടെട്രാമീഥൈൽ സിലൈനാണ്. സിലിക്കൺ ആറ്റം സെൻട്രലിൽ നിൽക്കുമ്പോൾ 4 മീഥൈൽ ഗ്രൂപ്പ് 4 ഭാഗത്തായിട്ട് ടെട്രാഹൈഡ്രലായിട്ട് നിൽക്കുകയാണ്. ടെട്രാഹൈഡ്രൽ ഓറിയൻറ്റേഷനിൽ 4 മീഥൈൽ ഗ്രൂപ്പിൽ കൂടിയിട്ട് 12 ഹൈഡ്രജൻ ഉണ്ട്. സിലിക്കൺ വളരെ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് സിലിക്കൺ ഒരിക്കലും ആ പ്രോട്ടോണിൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺ അതിൻ്റെ ഭാഗത്തേക്ക് വിഡ്രോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന് ചുറ്റും മാക്സിമം ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി ഷീൽഡിങ് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോട്ടോണാണ് ഈ ടെട്രാമീഥൈൽ സിലൈനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 12 പ്രോട്ടോണുകളും മാക്സിമം ഷീൽഡിങ്ങിലൂടെ പരമാവധി കുറഞ്ഞ അളവിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ.
ശരിയല്ലേ? അതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ ടെട്രാമീഥൈൽ സീലയിലുള്ള പ്രോട്ടോൺ വളരെ വളരെ ചെറിയ അളവിൽ മാത്രമേ പ്രിസസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് അബ്സോർബ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി ആയിരിക്കും മിനിമം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ TMSനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത്, മിനിമം അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഫ്രീക്വൻസി അത്രയും, അതുകൊണ്ട് തൽക്കാലം ഫ്രീക്വൻസി അതിന് 0 ppm ആയിട്ട് എടുത്തിരിക്കുകയാണ്. ശരിയല്ലേ? അതുപോലെ അതിൻ്റെ സിഗ്നൽ വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. Signal arises on NMR spectrum well clear of the most common organic protons. അതുപോലെ it is chemically inert and has low boiling point so that it is easily removed from a recoverable sample of the valuable organic compound. ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്, ഇത് കെമിക്കലി ഇനേർട്ടാണ്. ഇതൊക്കെ കൊണ്ടാണ് TMS ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് TMS ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കുക. ഇറ്റ് ഈസ് സോലുബിൾ ഇൻ മോസ്റ്റ് ഓർഗാനിക് സോൾവെന്റ് ആൻഡ് ക്യാൻ ബി ആഡഡ് ടു ദ സാമ്പിൾ സൊല്യൂഷൻ 0.1 to 1% വരെ ആസ് ആൻ ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ് സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയൊക്കെ ഉപയോഗിച്ചാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് റിക്കവേർഡ് ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ്. അതാണ് TMS ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം. ഓക്കെ, ഷീൽഡിംഗ് ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് എ ന്യൂക്ലിയസ് ദാറ്റ് ഷീൽഡ് ദ ന്യൂക്ലിയസ് ഫ്രം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സിഗ്നൽ ആർ അപ്പ് ഫീൽഡ് ഇൻ ദ NMR സ്പെക്ട്രം. ഷീൽഡിങ് കൂടുതൽ വരുമ്പോൾ അപ്പ് ഫീൽഡിൽ TMSൻ്റെ അടുത്തോട്ടാണ് ഉണ്ടാകുക. മാക്സിമം ഷീൽഡിങ് വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറയും, അതിനനുസരിച്ച് അത് അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസി കുറയും. അതുകൊണ്ട് അപ്പ് ഫീൽഡിലാണെന്ന് പറയാം ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുമ്പോൾ. അത് ഷീൽഡിംഗ് ആണെങ്കിൽ. ഡീഷീൽഡിംഗ് ആണെങ്കിൽ ലോവർ ഡെൻസിറ്റി ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവും അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഡീഷീൽഡ് ദ ന്യൂക്ലിയസ് ഫ്രം ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഡീഷീൽഡ് ചെയ്യുക, അതുകൊണ്ട് മാക്സിമം അത് അബ്സോർബ് ചെയ്യുന്നു മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് മാക്സിമം പ്രിസിഷൻ ഫ്രീക്വൻസിയോടുകൂടി അത് പ്രോസസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് അത് അബ്സോർബ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലോവർ ഡെൻസിറ്റി ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ ന്യൂക്ലിയസ് ഡീഷീൽഡ് ദ ന്യൂക്ലിയസ് ഫ്രം ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ signals are downfield from in the NMR spectra. അപ്പോൾ NMR സ്പെക്ട്രയിൽ നമ്മൾ നോക്കിയാൽ TMSൽ നിന്നും പിന്നെ കൂടുതൽ ഇടത്തോട്ടേക്ക് നീങ്ങുന്നത്, അതാണ് ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീഷീൽഡിങ് നടന്നാൽ ഡൗൺ ഫീൽഡിംഗ് ആണ്, ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലാണ് NMR സ്പെക്ട്ര ഉണ്ടാവുക. അതിന് കാരണം മാക്സിമം അത് ആ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നു മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് പരമാവധി ഫ്രീക്വൻസി നമ്മൾ അത് അബ്സോർബ് ചെയ്യുന്നു, അഥവാ ഫ്രീക്വൻസി അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഡൗൺ ഫീൽഡ് TMSൽ നിന്നും ഡൗൺ ഫീൽഡിലാണ് ഡീഷീൽഡിങ് ഓഫ് പ്രോട്ടോൺസ് ആണ് സംഭവിച്ചതെങ്കിൽ ഉണ്ടാവുക. ദാറ്റ് യു ക്യാൻ സീ ഹിയർ. 0 ഈസ് ഫോർ TMS. അതിങ്ങനെ 1 parts per million, 2 parts per million, 3 parts per million, 4 parts per million അങ്ങനെ തുടങ്ങി 10 parts per million വരെ ഇവിടെ ചേർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അപ്പ് ഫീൽഡ് കുറഞ്ഞു വരുന്നത്, ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നത്. അതിനെ ഷീൽഡിങ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ടേക്കാണ് പോവുക. അപ്പോൾ അത് അപ്പ് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയും. ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോകുന്നത് ഡീഷീൽഡിങ് ഉണ്ടാകുമ്പോഴാണ് അതിന് ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആൻ ഇലക്ട്രോൺ ഷീൽഡ് ദ ന്യൂക്ലിയസ്, absorption shift upfield. You can see increasing chemical shift, increasing nu. You can see proton plus electron cloud upfield-ലേക്ക് പോകുന്നു. ഇലക്ട്രോൺ ക്ലൗഡ് കുറയുമ്പോൾ ഡൗൺ ഫീൽഡിലേക്ക് പോകുന്നു. അത് ഡീഷീൽഡിങ്, ഇലക്ട്രോൺ കുറയുന്ന അവസ്ഥ. അപ്പോൾ പ്രോട്ടോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, പ്രോട്ടോണിൻ്റെ ഫ്രീക്വൻസി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, ലെഫ്റ്റിലോട്ട്. അപ്പോൾ അത് ഡീഷീൽഡിങ് കൊണ്ടാണ്. പ്രോട്ടോണും ഇലക്ട്രോണും കൂടുതലായിട്ട് ഇലക്ട്രോൺ ക്ലൗഡ് വരുമ്പോൾ അത് അപ്ഫീൽഡിലേക്ക് നീങ്ങുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ കേസ്. increasing chemical shift, increasing frequency. ഇപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് ഇൻക്രീസ് ചെയ്തതനുസരിച്ച് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ TMSുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കെമിക്കൽ ഷിഫ്റ്റ് പറയുക. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടുന്നു. ഇങ്ങോട്ടേക്ക് ഫ്രീക്വൻസി കൂടെ ചെയ്യുക, നമ്മൾ കണ്ടു. ഓക്കെ, ഡീഷീൽഡിങ് ആണെങ്കിൽ ഡിക്രീസ്ഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഡീഷീൽഡ് ന്യൂക്ലിയസ്, ദ അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ഡൗൺ ഫീൽഡ്. ഡീഷീൽഡിങ് ആണെങ്കിൽ ഇടത്തോട്ടേക്ക് പോകുന്നു. ഡീഷീൽഡിങ് ആണെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് കുറയുന്നു ഇടത്തോട്ടേക്ക്, അഥവാ അബ്സോർപ്ഷൻ ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഷീൽഡിംഗ് ആണെങ്കിൽ അബ്സോർപ്ഷൻ അപ്പ് ഫീൽഡ് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് കുറയുമ്പോൾ ഡീഷീൽഡിംഗ് ആയി അത് അബ്സോർപ്ഷൻ ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്നു. ഇതാണ് ഡൗൺ ഫീൽഡ്. ഇടത്തോട്ടാണ് ഡൗൺ ഫീൽഡ് ഡയറക്ഷൻ, വലത്തോട്ട് അപ്പ് ഫീൽഡ് ഡയറക്ഷൻ. അതാണ് ഇവിടെ കാണിച്ചത്. യു ക്യാൻ സീ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീത്തൈൻ മാത്രമാവുമ്പോൾ അവിടെ
ഈ പ്രോട്ടോണിന് ചുറ്റും വേറെ അതിൻ്റെ ഇലക്ട്രോണിനെ മാറ്റാൻ വേണ്ടി ഇലക്ട്രോൺ പിന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി വേറെ ഫാക്ടർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഹൈഡ്രോജന് ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അതുകൊണ്ട് അത് അപ്പ് ഫീൽഡിലാണുള്ളത്. അതിന് അതേസമയം നമ്മൾ മീഥൈൽ ക്ലോറൈഡ്, ഇതിലുള്ള ഒരു ഹൈഡ്രോജൻ ഒരു ക്ലോറിൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മീഥൈൽ ക്ലോറൈഡ് എടുത്തെങ്കിൽ ഈ ക്ലോറിന് നമുക്കറിയാം എന്താ പറയുക ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ പരമാവധി ഈ ക്ലോറിൻ അങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോൺ ക്ലൗഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ആ പ്രോട്ടോൺ പരമാവധി മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് റേഡിയോ ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കേണ്ടി വരും. അഥവാ ഫ്രീക്വൻസി കൂടി അഥവാ ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് വന്നു. അപ്പോൾ മീഥൈൽ ക്ലോറൈഡിലുള്ള പ്രോട്ടോൺ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായി കൂടുതൽ ഫ്രീക്വൻസി ആവശ്യമായി വരുന്നു. അതുകൊണ്ട് അത് ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് വരുന്നു. അഥവാ മീഥൈലിലേക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലോറിൻ പോലുള്ള ഇലക്ട്രോ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പരമാവധി ഷീൽഡിങ്ങിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അപ്പ് ഫീൽഡ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് കെമിക്കൽ ഷിഫ്റ്റ് ഇവിടെ ഇതിന് കുറവാണ്. ഇത് കുറേ കൂടുതൽ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് വന്നു. ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ. See, for example, it is the tertiary butyl methyl ether, NMR spectrum of tertiary methyl, tertiary butyl methyl ether, tertiary butyl ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺ ഇവിടെ വരുന്നു. അഥവാ ഈ മീത്തോക്സി ഗ്രൂപ്പ്, ഇവിടെ മീത്തോക്സി ഗ്രൂപ്പ് കണ്ടോ, മീത്തോക്സി ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് ഓക്സിജൻ പരമാവധി പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങോട്ടേക്ക് അതിൻ്റെ ഭാഗത്തേക്ക് വിഡ്രോ ചെയ്യും. അതുകൊണ്ട് അത് ഡീഷീൽഡ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങോട്ടേക്ക് അപ്പ് ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺ തരുന്ന പിന്നെ എന്താ പറയുക പീക്ക് നീങ്ങി. നമുക്കറിയാം ഇവിടെ 3 ഹൈഡ്രോജൻ ഇൻറ്റു 3 9ഓളം ഹൈഡ്രോജൻ ഉണ്ട്, 9ഓളം പ്രോട്ടോൺ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. നമുക്കറിയാം വലിയ ഹൈറ്റിലാണ് ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ ഇൻറ്റൻസിറ്റി, ഇത് പീക്ക് നിൽക്കുന്നത് വലിയ ഹൈറ്റിലാണ് ഈ പീക്ക് ഉള്ളത്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ബിക്കോസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യേണ്ടായിരുന്നതാണ്. അതുപോലെ ഇതിൽ 3 പ്രോട്ടോണേ ഉള്ളത്. അതുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോൺ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി താരതമ്യേന കുറവാണ്. ഏകദേശം 3-1 അടുത്തേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഇതിനേക്കാൾ എത്രയോ കുറവാണെന്ന് നമുക്കിപ്പോൾ തൽക്കാലം മനസ്സിലാക്കാം. അപ്പോൾ മീത്തോക്സി ഗ്രൂപ്പിൽ ഓക്സിജൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോൺ അനുഭവിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ടെർഷ്യറി ബ്യൂട്ടൈലുള്ള പ്രോട്ടോണിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അത് ഡൗൺ ഫീൽഡ് ഡയറക്ഷനിലേക്ക് നീങ്ങി. മനസ്സിലായില്ലേ? അഥവാ കൂടുതൽ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യും. ഓക്കെ. ഇന്നത്തെ ഈ വീഡിയോ ലെക്ചറിനെ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ട പോയിന്റ്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്, ഒരു ന്യൂക്ലിയസ്, ചാർജുള്ള ന്യൂക്ലിയസ് അത് അതിൻ്റെ ആക്സിസിനെ സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് അത് സ്പിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്പിന്നിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് യൂഷ്വലി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും ഇത്തരം സ്പിന്നിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അങ്ങനെയുള്ള സ്പിന്നിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് അത്തരം ചാർജ്ഡ് പാർട്ടിക്കിൾസ് ന്യൂക്ലിയർ ആക്ട് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ടൈനി ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു സ്പിന്നിങ് ചാർജ്ഡ് ന്യൂക്ലിയർ. അങ്ങനെയുള്ള ന്യൂക്ലിയസുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇത്തരം ന്യൂക്ലിയകൾ റാൻഡം ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്യുക. ഇനി അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ കുറേ പാർട്ടിക്കിൾ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യാം. കുറേ ന്യൂക്ലിയസുകൾ ഈ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒപ്പോസ് ചെയ്യാം. സാധാരണഗതിയിൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതായിരിക്കും എനർജി കുറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയെ നമ്മൾ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്, പ്രോട്ടോണിൻ്റെ കേസിൽ പ്രത്യേകിച്ച്. മറ്റേ ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട്, മാഗ്നറ്റിക് അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് അലൈൻ ചെയ്യുന്ന ന്യൂക്ലിയകൾ മൈനസ് ഹാഫ് ആയിരിക്കും അതിൻ്റെ സ്പിൻ ഉണ്ടാവുക. അതിനെ ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എനർജി കുറഞ്ഞ ആൽഫ സ്റ്റേറ്റാണ് കൂടുതൽ സ്റ്റാബിൾ, ബീറ്റ സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഒരു എനർജി സ്പ്ലിറ്റിംഗ് അവിടെ വരാം. നമുക്കറിയാം ഇപ്പോൾ എന്താ പറയുക, മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ മാഗ്നറ്റിൻ്റെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്, അതുപോലെ എന്താ പറയുക ആ ഡയറക്ഷനിൽ നിന്ന് അകന്നിട്ട് റിപ്പൽ ചെയ്തു പോകുന്നത്, അട്രാക്റ്റ് ചെയ്തു വരുന്നത്. ഇപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യുന്നു, അത് അലൈൻ ചെയ്യുന്ന രീതിയാണ്. ഒരു 2 മാഗ്നറ്റ് എടുത്താൽ നോർത്ത് പോളും, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റേ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും തമ്മിൽ അലൈൻ ചെയ്യും. അത് ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളൊരു
സംഗതിയാണ്. അതേസമയം ഒരു നോർത്ത് പോൾ, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മറ്റേ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമായിട്ട് അടുത്ത് വരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് തനിയെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് സൗത്ത് പോൾ വന്നിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതിനൊരു എനർജി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ച് സൗത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ബാർ മാഗ്നറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസ് 2 സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഒന്ന് കൂടുതൽ എനർജി ഉള്ള ബീറ്റ സ്റ്റേറ്റും എനർജി കുറഞ്ഞ ആൽഫ സ്റ്റേറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ ആൽഫ സ്റ്റേറ്റിനും ബീറ്റ സ്റ്റേറ്റിനും ഇടയിൽ ഒരു ഡെൽറ്റ ഇ എനർജി അഥവാ ഒരു എനർജി ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ എനർജി ഡിഫറൻസ് സാധാരണ ന്യൂക്ലിയസിൻ്റെ കേസിൽ, ഐ മീൻ പ്രോട്ടോണിൻ്റെ കേസിൽ, ഇൻ ദിസ് കേസ് പ്രോട്ടോൺ NMRന് പ്രോട്ടോണിൻ്റെ കേസിലാണെങ്കിൽ ഈ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ വളരെ വളരെ കുറവായിരിക്കും. അങ്ങനെ വളരെ കുറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള ആൽഫ സ്റ്റേറ്റിൽ നിൽക്കുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണവും ബീറ്റ സ്റ്റേറ്റിൽ നിൽക്കുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണവും തമ്മിൽ വളരെ വളരെ കുറവായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. നമ്മൾ സാധാരണ ഈ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ളത് ഒരു 1 മില്യൺ ന്യൂക്ലിയസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ന്യൂക്ലിയസുകളാണ് ആൽഫ സ്റ്റേറ്റിൽ മാക്സിമം കൂടുതലുണ്ടാവുക. അത്രയും ചെറിയ ഒരു എണ്ണമാണ് അതിലുണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻസ് ഇൻ എനർജി, ആ ഡെൽറ്റ ഇ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ NMR സ്പെക്ട്രോസ്കോപ്പിൽ ചെയ്യുന്നത് ഈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കൂട്ടുക. അങ്ങനെ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ സാധാരണ ഒരു 400 MHz, അതുപോലെ 600 MHz, 300 MHz റേഞ്ചിലാണ് ഇപ്പോൾ കൂടുതൽ റെസൊല്യൂഷൻ ഉള്ള NMR സ്പെക്ട്രോസ്കോപ്പ് ഉള്ളത്, സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് 300 MHz മുതൽ അങ്ങോട്ടാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ സ്പ്ലിറ്റ് ഡെൽറ്റ ഇയുടെ അളവ്, എനർജി ഡിഫറൻസിൻ്റെ അളവ് കൂടും. അങ്ങനെ വരുമ്പോൾ ഈ ആൽഫ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ താരതമ്യേന കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഫ്ലിപ്പ് ചെയ്ത് ബീറ്റ സ്റ്റേറ്റിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് NMR വളരെ നല്ല രീതിയിൽ കിട്ടാൻ പ്രയാസമായിരിക്കും, പീക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡെൽറ്റ ഇയുടെ അളവ് കൂട്ടുവാൻ വേണ്ടി പരമാവധി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആണ് ഈ ന്യൂ ജനറേഷൻ NMR സ്പെക്ട്രോമീറ്ററിൽ ചെയ്യുന്നത്. ഇനി സാധാരണ ഒരു ടൈനി ബാർ മാഗ്നറ്റ്, ഉദാഹരണമായിട്ട് ന്യൂക്ലിയസ് പോലുള്ള ടൈനി ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് സാധാരണ പ്രിസസ്സിങ് ന്യൂക്ലിയസ്, അതായത് ഒരു ടോപ്പൊക്കെ പോലെ, ഒരു പമ്പരമൊക്കെ പോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിൽ. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകും. ആ സ്പിന്നിങ് ന്യൂക്ലിയസിന് ഒരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആംഗുലർ ഫ്രീക്വൻസി ഉണ്ടാവും. അഥവാ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അത് ജനറേറ്റ് ചെയ്യുകയാണ്. ആ ഫീൽഡിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ പ്രിസസ്സിങ് ന്യൂക്ലിയസിൻ്റെ പ്രിസഷണൽ ഫ്രീക്വൻസിയെ നമ്മൾ ലാർമർ ഫ്രീക്വൻസി എന്ന് പറയാം. ആ ലാർമർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുന്നതിനനുസരിച്ച്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ലാർമർ ഫ്രീക്വൻസി കൂടിക്കൂടി വരും. ഇങ്ങനെ ഒരു പ്രത്യേക ലാർമർ ഫ്രീക്വൻസിയോട് കൂടിയിട്ട് കറങ്ങുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന ന്യൂക്ലിയസ് ഒരു സെക്കൻഡറി ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാക്കും, ജനറേറ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്യും. ഈ സെക്കൻഡറി ഇലക്ട്രിക് ഫീൽഡും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കപ്പിൾ ചെയ്യും. രണ്ട് ഫ്രീക്വൻസിയും ഒരുപോലെയാകുമ്പോൾ ഈ ലാർമർ ഫ്രീക്വൻസിക്ക് സമമായിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്ന ആ സ്പിന്നിങ് ന്യൂക്ലിയസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലുള്ള ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിക്ക് സമമായ അളവ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ആ റേഡിയോ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഈ ലാർമർ ഫ്രീക്വൻസിയോടുകൂടി കറങ്ങുന്ന ന്യൂക്ലിയസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ കപ്പിൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് എനർജി അബ്സോർബ് ചെയ്യുകയും ലോവർ എനർജി ലെവലിൽ നിന്ന് ന്യൂക്ലിയർ സ്പിന്ന് ഹയർ എനർജി ലെവലായ ബീറ്റ സ്റ്റേറ്റിലേക്ക് ചാടുകയും സ്പിന്ന് ഫ്ലിപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സ്പിൻ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ഈ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത എനർജി അത് ഈ പ്രിസിഷൻ ഫ്രീക്വൻസിക്ക് സെയിം ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് സംഭവിച്ചു എന്ന് പറയാം. ആ സമയത്താണ് നമുക്ക് NMR സ്പെക്ട്ര നമുക്ക് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ കിട്ടുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാ പ്രോട്ടോണുകളും ഒരേ സ്പെക്ട്രയാണ്, ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ ഒരേ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തിട്ടായിരിക്കും സ്പെക്ട്ര തരിക. പക്ഷെ അതല്ല കേസ്. വ്യത്യസ്ത
ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്നു. ഒരേ മോളിക്യൂളിലുള്ള വ്യത്യസ്ത തരം പ്രോട്ടോണുകൾ, ആ വ്യത്യസ്ത തരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു മോളിക്യൂളിലുള്ള എല്ലാ പ്രോട്ടോണുകളും ഒരേ തരം പ്രോട്ടോൺ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിന് കാരണം ഓരോ പ്രോട്ടോണിന് ചുറ്റും അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാകും. ഈ ഇലക്ട്രോൺ ക്ലൗഡുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും, ഒരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് ഓപ്പോസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോൺ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ ന്യൂക്ലിയസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ഷീൽഡ് ചെയ്യുകയാണ്. ശരിക്കും ഈ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ക്ലൗഡ് ന്യൂക്ലിയസിനെ ഷീൽഡ് ചെയ്യുന്നു ഫ്രം അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഷീൽഡ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, ന്യൂക്ലിയസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് ചെറിയ ഫ്രീക്വൻസിയിൽ ലാർമർ ഫ്രീക്വൻസിയുടെ അളവ് കുറയും. ചെറിയ ലാർമർ ഫ്രീക്വൻസിയോടുകൂടി അത് റിവോൾവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അതിന് കൊടുക്കേണ്ടി വരുന്ന റേഡിയോ ഫ്രീക്വൻസിയുടെ അളവ് കുറവായിരിക്കും. ഇനി അത്രയും ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ അളവ് എല്ലാ പ്രോട്ടോണുകളിലും ഒരുപോലെ ആയിരിക്കില്ല. ഓരോ സെറ്റ്സ് ഓഫ് പ്രോട്ടോൺ, ഇക്വലൻ്റ് പ്രോട്ടോൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോളിക്യൂളിൽ വ്യത്യസ്ത തരം ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രോട്ടോൺസും എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുകയും വ്യത്യസ്ത രീതിയിൽ പ്ലോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രാഫ് നമുക്ക് NMR സ്പെക്ട്രോമീറ്ററിൽ കിട്ടുകയും ചെയ്യുന്നു. എങ്കിലും ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ അളവുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.41 ടെസ്ലയിൽ അല്ലെങ്കിൽ 60 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യുമ്പോൾ ഈ മീഥൈൽ ഫ്ലൂറൈഡ് ഫോർ എക്സാമ്പിൾ, അതുപോലെ മീഥൈൽ ക്ലോറൈഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് പരമാവധി 75 ഹെർട്സ് ആണ്. ഈ 75 ഹെർട്സ് എന്നൊക്കെ പറയുന്നത് ഒരു പാർട്സ് പെർ മില്യൻ്റെ വളരെ അടുത്താണ്. ഇങ്ങനെ വരുമ്പോൾ ഓരോ തരം മോളിക്യൂൾ അല്ലെങ്കിൽ ഓരോ തരം പ്രോട്ടോൺസും അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് ഈ ഒരു പാർട്സ് പെർ മില്യൻ്റെ ആ റേഞ്ചിലായതുകൊണ്ട് തന്നെ അത്രയും ആക്യുറസിയിൽ അല്ലെങ്കിൽ അത്രയും പ്രിസിഷനിലോട് കൂടി നമുക്ക് ഇത് മെഷർ ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു റഫറൻസ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ഫ്രീക്വൻസിയെ, പ്രോട്ടോൺ ഫ്രീക്വൻസി അല്ലെങ്കിൽ NMR ഫ്രീക്വൻസി അല്ലെങ്കിൽ പ്രോട്ടോൺ NMR ഫ്രീക്വൻസിയെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും എത്രമാത്രം ഷിഫ്റ്റാണ് നമ്മുടെ സാമ്പിളിലുള്ള പ്രോട്ടോണിന് കിട്ടുന്നത് എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ആണ് സാധാരണ NMR സ്പെക്ട്രോമീറ്റർ സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആണ് ടെട്രാമീഥൈൽ സിലൈൻ എന്ന് പറയുന്നത്. ടെട്രാമീഥൈൽ സിലൈനിൽ നമുക്കറിയാം സിലിക്കൺ സെൻട്രൽ ആറ്റമാണ്. അതിന് ചുറ്റും 4 മീഥൈൽ ഗ്രൂപ്പ് ചുറ്റും വരുന്നു. 4 മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോഴേക്ക് 12 പ്രോട്ടോൺ ഉണ്ടാവും. ആ 12 പ്രോട്ടോണും മാക്സിമം ഷീൽഡിങ്ങിൽ നിൽക്കുന്നതാണ്. കാരണം സിലിക്കൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാർബണെ അപേക്ഷിച്ചൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ക്ലൗഡിന്, പ്രോട്ടോണിന് ചുറ്റും നിൽക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ അത് അട്രാക്ട് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് പ്രോട്ടോൺ മാക്സിമം ഷീൽഡിങ് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അത്തരം പ്രോട്ടോണുകൾ ഈ ടെട്രാമീഥൈൽ സിലൈനിലുള്ള 12 പ്രോട്ടോണുകളും പരമാവധി ഷീൽഡിങ്ങിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഡെൽറ്റ സ്കെയിലിൽ, പാർട്സ് പെർ മില്യൺ സ്കെയിലിൽ അല്ലെങ്കിൽ ഡെൽറ്റ സ്കെയിൽ എന്ന് പറയാം, ഡെൽറ്റ സ്കെയിൽ 0 ആയിട്ട് എടുക്കുകയും ആ 0യിൽ നിന്ന് അല്ലെങ്കിൽ ടെട്രാമീഥൈൽ സിലൈൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് എത്രമാത്രം ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ബാക്കിയുള്ള പ്രോട്ടോണിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ പ്ലോട്ട് ചെയ്യപ്പെടുകയാണ് സാധാരണ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ചെയ്യുന്നത്, NMR സ്പെക്ട്രോമീറ്ററിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെട്രാമീഥൈൽ സിലൈനിൽ നിന്ന് എത്ര മാത്രം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഡിവൈഡഡ് ബൈ ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഫ്രീക്വൻസി. അത് നമ്മൾ 600 മെഗാഹെർട്സിൽ എടുക്കുന്നുണ്ട്, 300 മെഗാഹെർട്സിൽ എടുക്കുന്നുണ്ട്, 60 മെഗാഹെർട്സിൽ എടുക്കുന്നുണ്ട്. എത്രയാണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആ റേഷ്യോ ആണ്. അതായത് ടെട്രാമീഥൈൽ സിലൈനിൽ നിന്നും കിട്ടിയ ഫ്രീക്വൻസി എത്രമാത്രം ഫ്രീക്വൻസി ഷിഫ്റ്റ് ഫ്രം ടെട്രാമീഥൈൽ സിലൈൻ ഡിവൈഡഡ് ബൈ സ്പെക്ട്രോമീറ്റർ ഫ്രീക്വൻസി ഇൻ മെഗാഹെർട്സ്. അതായത് സെപ്പറേഷൻ ഓഫ് frequency from tetramethyl silane in hertz divided by spectrophotometer frequency in megahertz. അതാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് പ്രോട്ടോണിനും വ്യത്യസ്തമായ
ഫ്രീക്വൻസിയിൽ അബ്സോർപ്ഷൻ നമുക്ക് ലഭിക്കുകയും വ്യത്യസ്ത സ്പെക്ട്ര നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇനി പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഷീൽഡിങ് ഡീഷീൽഡിങ്ങിനനുസരിച്ച് നമുക്ക് അപ്ഫീൽഡ് എന്നും ടെട്രാമീഥൈൽ സിലൈൻ്റെ ഭാഗത്തേക്കുള്ള അപ്ഫീൽഡ് എന്നും ഡൗൺഫീൽഡ് എന്നും ഇതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഷീൽഡിങ് വരുമ്പോൾ അപ്ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നു, അഥവാ പ്ലോട്ട് കിട്ടുന്നു. ഡീഷീൽഡിങ് വരുമ്പോൾ ഡൗൺഫീൽഡ് ഡയറക്ഷനിലേക്ക് നമുക്ക് പ്ലോട്ട് കിട്ടുന്നു. ഇതാണ് പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്റർ NMR സ്പെക്ട്രയിൽ നമുക്ക് കെമിക്കൽ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, കെമിക്കൽ ഷിഫ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, അതുപോലെ NMR സ്പെക്ട്രയുടെ വ്യത്യസ്ത NMR സ്പെക്ട്ര, വ്യത്യസ്ത മോളിക്യൂളുകളുടെ NMR സ്പെക്ട്ര, അതുപോലെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ തൽക്കാലം ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് കേട്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.